ഖബർ ജീവിതത്തെ ആനന്ദമാക്കാൻ ദീർഘമേറിയ യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ആഹാര സാധനങ്ങൾ നിങ്ങളോട് പറയാൻ പോവാണ്. പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാഹ് വലിയ വിജയമായിരിക്കും. തയ്യാറല്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ മരിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ഖബറിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ആഹാര സാധനങ്ങൾ അവിടെ വിജയിക്കാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സഫരീ ത്വലീൽ, എന്റെ യാത്ര ദീർഘദൂരമുള്ള യാത്രയാണ്, വസാദി ഖലീൽ, ആഹാരം വളരെ കുറവാണ്, യാത്രയ്ക്ക് കൊണ്ടുപോകാൻ ആഹാരം കുറവാണ്. ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയുന്നു, കുറയ്ക്കണ്ട, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പരലോക യാത്രയ്ക്ക് നിങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റുന്ന ഒരു വലിയ നിധി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യോദയത്തിന് മുമ്പ് ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങളെ 7 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്യണം എന്ന് മഹാനായ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാര്യം പഠിക്കാം. 10 കാര്യങ്ങളെ 7 പ്രാവശ്യം വെച്ച് ചൊല്ലണം. അതിൽ ഒന്നാമത്തത് അൽ ഫാത്തിഹ. ഒന്നാമത്തത് ഫാത്തിഹയാണ്. 7 പ്രാവശ്യം ഫാത്തിഹ ഓതുക. ഒന്നാമത്തത് ഫാത്തിഹ 7 പ്രാവശ്യം. സുബഹി കഴിഞ്ഞ് സുബഹിക്ക് ശേഷമുള്ള ഔറാദൊക്കെ ചൊല്ലിയിട്ട് സുബഹിക്ക് ശേഷം ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ 10 പ്രാവശ്യം. അല്ലാഹുമ്മ അജ്നിനി മിനൻ നാർ. അതൊക്കെ ചൊല്ലുന്നില്ലേ? അതൊക്കെ ചൊല്ലൂലേ? അത് ചൊല്ലൂല. പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതില്ലാത്തവർക്ക് പിന്നെ ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യൂല. അതൊക്കെ ജീവിതത്തിൽ ചെയ്യൂലേ? ഈ പഠിത്തം മാത്രമേ ഉള്ളൂ, എഴുതി വെക്കലേ ഉള്ളൂ. അതൊക്കെ ചെല്ലണം. അതൊക്കെ ഇത് കവറിലേക്ക് നമ്മൾ ചൊല്ലിയെങ്കിൽ മാത്രമേ ഇതൊക്കെ ഗുണം കിട്ടുള്ളൂ, അല്ലാതെ എഴുതി വെച്ചതുകൊണ്ട് ഗുണം കിട്ടില്ല. രണ്ടാമത്തത് സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആയത്തുൽ കുർസി ഓതണം 7 പ്രാവശ്യം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആ മനോഹരമായ ആയത്തുൽ കുർസി 7 പ്രാവശ്യം ഓതണം. അപ്പോൾ 7 ഫാത്തിഹയായി, 7 ആയത്തുൽ കുർസിയായി. അത് കഴിഞ്ഞിട്ട് ഒരു സൂറത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂൻ 7 പ്രാവശ്യം ഓതണം. ഫാത്തിഹയായി, ആയത്തുൽ കുർസിയായി, സൂറത്തുൽ കാഫിറൂനായി. അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 3-1. കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫലഖ് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്. ഇടങ്ങേറ് മാറാൻ, ആപത്ത് മാറാൻ, മുസീബത്ത് മാറാൻ, സിഹർ മാറാൻ. അത് കഴിഞ്ഞിട്ട് സൂറത്തുൻ നാസ് ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. ഏഴാമത്തത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഏഴാമത് ഈ ദിക്ർ നിങ്ങൾ 7 പ്രാവശ്യം ചൊല്ലണം. എട്ടാമത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മുത്തുനബിയില്ലാതെ ഖബറിൽ പോകാമെന്ന് കരുതിയോ? സ്വലാത്തില്ലാതെ ഖബറിന്റെ അകത്ത് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ദൂരം യാത്ര ചെയ്യുമ്പോൾ ആരംഭ റസൂലില്ലാതെ, ആ സ്നേഹമില്ലാതെ, ആ സ്വലാത്തില്ലാതെ എത്ര ആഹാരം കൊണ്ടുപോയാലും അതൊക്കെ നിരർത്ഥകമാണ്. ഒൻപതാമത് അല്ലാഹുമ്മ ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات. അത് കഴിഞ്ഞിട്ട് ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ദുആ കട്ടിയാണ്, കടുപ്പമാണ്. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കില്ല. അങ്ങനെ പറയരുത്. അവർക്ക് അല്ലാഹു തന്ന ബർക്കത്തോടെ പടച്ചവൻ എടുക്കും. വളരെ സിമ്പിൾ അല്ലേ?